ഹായ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്ക വെച്ചിട്ടുള്ള ഒരു വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പേ ആയിട്ട് എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചക്ക എടുക്കാം. പച്ചച്ചക്കയാണ് ഞാൻ എടുക്കുന്നത്. പുളിക്കാത്ത നല്ല പച്ചച്ചക്ക വെച്ചിട്ട് ഇതുപോലെ അരിയുക. നമ്മൾ സവാളയൊക്കെ അരിയില്ല, അതുപോലെ കനയില്ലാണ്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ വളരെ നൈസായിട്ട് വേണം അരിയാൻ. എന്നിട്ട് ഇതുപോലെ ഒരു ബൗളിലോട്ട് എടുത്തിട്ടുണ്ട്. ഞാനൊരു 3-4 ചുളയിട്ട് എടുത്തിട്ടുള്ളൂ. ചക്ക ഇപ്പോൾ എല്ലായിടത്തും ഉണ്ടാവില്ലേ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ, ചക്ക സീസണൊക്കെ കഴിയുന്നതിന് മുമ്പേ. അപ്പോൾ ഈ ചക്കയിലോട്ട് തന്നെ ഞാനിവിടെ ഒരു സവാള അരിഞ്ഞത് കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ സവാള എടുക്കുമ്പോൾ നന്നായിട്ട് കനലില്ലാണ്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മൾ ഉള്ളിവട ഉണ്ടാക്കില്ലേ, അതിന് അരിയുന്നത് പോലെ അത്രയും നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് എന്ത് ചേർക്കാം? ഇഞ്ചി മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ്, അത് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കഷ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ, അത് വളരെ ചെറുതായി ചോപ്പ് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 2 പച്ചമുളക് കൂടി ഇതുപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് കുറച്ചധികം കറിവേപ്പില നമുക്ക് ആവശ്യമാണ്. ഇപ്പോൾ കറിവേപ്പില കൂടി ചേർക്കാം. കുറച്ച് കൂടുതൽ എടുത്താൽ അത്രയും നന്ന്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും, ഒന്നുകൂടെ കളർ ഉണ്ടാവും. അപ്പം ഞാൻ സാധാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ ചക്കവട ഉണ്ടാക്കുന്നത് നമ്മുടെ കടലമാവുണ്ടല്ലോ, അതുപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 8 ടേബിൾ സ്പൂൺ വരെ പൊടി എടുത്തിട്ടുണ്ട്, കടലമാവിൻ്റെ പൊടി. അപ്പോൾ ഞാൻ ആദ്യം 3 ടേബിൾ സ്പൂൺ ഇട്ട് നോക്കിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുത്തു. എന്നിട്ട് പിന്നെ കുറച്ചൊന്ന് നനച്ച് കൊടുത്തിട്ടാണ് അടുത്ത പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെപ്പോഴും നമ്മൾ ഉള്ളിവടയാണെങ്കിലും ചക്കവടയൊക്കെ ആണെങ്കിലും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ധാരാളമായിട്ട് മാവ് ഉണ്ടാവരുത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഈ ചക്ക എല്ലാം കൂടെ കൂടി നമുക്ക് കയ്യിലിങ്ങനെ നുള്ളി ഇട്ടിട്ട് നമ്മൾ എണ്ണയിലോട്ട് ഇടണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അത് ഒട്ടി നിൽക്കുന്ന രീതിയിലുള്ള മാവ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ളിവടയ്ക്ക് എടുക്കുന്നതിനേക്കാൾ മാവ് ചക്കവടയ്ക്ക് എടുക്കുമ്പോൾ ആവശ്യമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ട് എൻ്റെ പാകത്തിന് അളവിനാണ് ഞാനിവിടെ നമ്മുടെ കടലമാവിൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടോ, ഓൾമോസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്, നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിങ്ങനെ ഓരോന്ന് നുള്ളിയിട്ട് നമുക്ക് എണ്ണയിലോട്ട് ഇടാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ട് ഇതുപോലെ കുറച്ചായിട്ട് മാവ് എടുത്തിട്ട് കയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്തിട്ടും. അപ്പോൾ ആ കുത്തിയിട്ട് നമ്മളൊരു കട്ടയോട് കൂടിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കരുത്, ജസ്റ്റ് ഒന്ന് കയ്യിലിട്ടിട്ട് ഇങ്ങോട്ട് പ്രസ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്നാലും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയാൽ മതി. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വടയാണ് കേട്ടോ. അപ്പോൾ ചക്കയൊക്കെ എല്ലാ വീടുകളിലും കഴിയാനായിട്ടുണ്ടാവും, എന്നാലും ഉള്ള വീടുകളിൽ ഉണ്ടെങ്കിൽ ഒന്നൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ എന്തായാലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.